ഹമാസിൻ്റെ തലവനായിരുന്നു ഇസ്മയിൽ ഹനിയ. അതായത് ഒരു ഫണ്ട് റൈസറായിരുന്നു, ഒപ്പം തന്നെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന ആളായിരുന്നു, ആക്രമണത്തിൻ്റെ കുന്തമനയായിരുന്നു. ഇതൊക്കെ ആയിരുന്ന ഹനിയയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെ ആരാകും അടുത്ത തലവൻ എന്നൊരു ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അടുത്ത തലവനായി രണ്ടുപേരുടെ പേര് പരിഗണിക്കുന്നു. അതിൽ ഒരാളുടെ പേരിനാണ് വളരെ മുൻതൂക്കം. ഇപ്പോൾ നിലവിൽ ഈ ഗാസ പ്രദേശം ഭരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഹമാസിൻ്റെ. ആ ഗ്രൂപ്പിൻ്റെ തലവനായ ഖാലിദ് മെഷാൽ ആയിരിക്കും അടുത്ത തലവൻ എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഖാലിദ് അൽ ഹയ്യ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി കൂടി ഈ ഒരു തലവനായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഖാലിദ് മെഷാലിന് തന്നെയാണ് മുൻതൂക്കം. കാരണം ഇവരുടെ തലവൻ ഹനിയാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അതിന് പകരം വരുന്നത് ഖാലിദ് മെഷൽ എന്ന് പറയുന്ന ആളാണ് ഇനി ഹമാസിനെ നയിക്കുക എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ശവസംസ്കാര ചടങ്ങിന് മുൻപോ അതിന് ശേഷമോ ഈ തലവനെ ഹമാസ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യുദ്ധസമാനമായൊരു അന്തരീക്ഷം ഒരുങ്ങുകയും ചെയ്യുന്നു. ഇനി ബാക്കിയുള്ള വരും മണിക്കൂറുകളിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.